ഒരുപാട് രഹസ്യങ്ങളൊന്നും ഭാര്യ അറിയാതെ സൂക്ഷിച്ചു വെക്കൂല. ഭാര്യയോട് തുറന്നു പറയണം. നമ്മുടെ മൊബൈലിന്റെ ലോക്ക് എന്നാണോ ഭാര്യ തുറക്കുന്നത് അന്ന് നമ്മൾ വെളിയില, അല്ലേ? നമ്മുടെ രഹസ്യം. അതുകൊണ്ട് നിങ്ങൾ ആരുടെയെങ്കിലും മൊബൈലിന്റെ ലോക്കിന്റെ കോഡ് ഭാര്യക്ക് അറിയുമെങ്കിൽ അൽഹംദുലില്ലാഹ് നിങ്ങൾ സോലിഹാണ്, ഭാര്യയും സോലിഹത്താണ്. തിരിച്ച് അതും അറിയണം. അത് മാത്രം മതി. ഇന്ന് ദുന്യവിയായ ഒരു പരീക്ഷണത്തിന് അത് മാത്രം മതി. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി. നിങ്ങളുടെ മൊബൈൽ ധൈര്യമായിട്ട് നിങ്ങൾ ഭാര്യയുടെ കയ്യിൽ കൊടുക്കുമെങ്കിൽ ഓക്കെയാണ് നിങ്ങൾ. ഇച്ചിരി പ്രയാസം ഉണ്ടാവുക. എന്തിനാണ് ഈ ഒളിയും മറയും? എന്തിനാണ് ഈ കള്ളക്കളികൾ? എന്തിനാണ് ഈ കാപഠ്യം? ഒന്ന് ഹൃദയം തുറന്നിട്ട് അതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക. സന്തോഷത്തോടെ ഇണക്കുരുകളായി പറഞ്ഞ് ആവശ്യമില്ലാത്തത് പറഞ്ഞാൽ ആവശ്യമുള്ളത് പറയാനുള്ള ചാൻസ് അങ്ങോട്ട് മിസ്സാവും. അനാവശ്യം നമ്മൾ കണ്ടു, അന്യ പെണ്ണിനെ കണ്ട് സുഖിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം ഭാര്യ റൊമാൻറ്റിക് ആവില്ല. ഒരു നിലക്ക് ഭാര്യനെ ഒരു സുഖം കിട്ടൂല. ആ ഭാര്യനെ നിരന്തരമായിട്ട് കുറ്റപ്പെടുത്തി, നീ ഒരു സ്റ്റൈലില്ല, നിനക്ക് ഭംഗിയില്ല. ആ പെണ്ണ് നല്ല ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്ത് കൊണ്ടുവന്ന് ധരിച്ച് കുളിച്ച് വൃത്തിയായി കോസ്മെറ്റിക്സ് അനുഭവിച്ച് എല്ലാ സ്റ്റൈലും ഉണ്ടാക്കി. പക്ഷെ ഇയാൾക്ക് ആ പെണ്ണ് ഭംഗി ഉണ്ടാവില്ല. കാരണം ഹറാമ് കണ്ട കണ്ണിന് ഹലാലിലെ സുഖം മിസ്സായി. എന്നിട്ട് ഈ പെണ്ണിനോട് തർക്കത്തിൽ ഏർപ്പെട്ട് ഈ പെണ്ണിന് തൊലാക്കല്ലി എന്ന് വിചാരിക്കുക. അങ്ങനെ പഴയ ഓർമ്മയിൽ നൊസ്റ്റാൾജിയയിൽ ഈ പെണ്ണിന്റെ ഫോട്ടോ ഇപ്പൊ നോക്കാനും പാടില്ല, ഹറാമാണ്. ആ പെണ്ണിന്റെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇയാൾക്ക് ഭയങ്കര സുഖമായിരിക്കും. കാരണം ഇപ്പൊ അത് ഹറാമാണ്. ഹറാമിലാണ് അയാൾക്ക് സുഖം ഉണ്ടാവുക. നമ്മൾ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് ദുനിയാവിൽ ഹലാലിലെ സുഖം നഷ്ടപ്പെട്ട് ഹറാമിൽ ടേസ്റ്റ് ഉണ്ടാവുന്നതാണ്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ആവശ്യമില്ലാത്ത കാര്യം ഒഴിവാക്കാത്ത കാലത്തോളം നമ്മൾ എന്ന് നന്നാവാനാ? മക്കള് വ്യഭിചാരികളാകാതിരിക്കണമെങ്കിൽ ഒരു വഴി പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. പ്രസവിക്കപ്പെട്ട ഉടനെ കുട്ടിയുടെ ബലത്തെ ചെവിയിൽ ബാങ്കുയിക്കാമത്തും മാത്രം കൊടുത്താ പോരാ, സൂറത്ത് ഓതി കൊടുത്താ മാത്രം പോരാ. ഒരു സൂറത്തും കൂടി ഉണ്ടല്ലോ പരിശുദ്ധ ഖുർആനിൽ. ആ സൂറത്തിന്റെ പേരല്ലേ സൂറത്തുൽ ഖദ്ർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ എന്ന് തുടങ്ങുന്ന സൂറത്ത്. ആ സൂറത്ത് പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ ബലത്തെ ചെവിയിൽ ഓതി കൊടുത്താൽ ആ കുട്ടി ജീവിതകാലത്ത് വ്യഭിചാരിയാകൂല കേട്ടോ. മഹാന്മാരായ പണ്ഡിതന്മാരിത് പഠിപ്പിക്കുകയാ. ജീവിതകാലത്ത് നിനക്ക് ചെയ്തു തരുന്ന, നിന്റെ മക്കൾക്കും ചെയ്തു തരുന്ന ഖിദ്മത്തിന് നീ ഒരു ജോലിക്കാരി വെക്കുകയാണെങ്കിൽ എത്ര രൂപ നീ കൊടുക്കേണ്ടി വരും? എത്ര വർഷമായി നിന്റെ വിവാഹം കഴിഞ്ഞ് 20 വർഷം 30 വർഷം ആ പാവപ്പെട്ടവൾ അടുക്കളയിൽ കിടന്ന് തീയും പുകയും കൊണ്ടിട്ട് നിന്നെയും നിന്റെ മക്കൾക്കും ആഹാരം വെച്ച് തരുമ്പോ ഒരു ദിവസമെങ്കിലും നീ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ഒരു ആഹാരം എടുത്ത് ആ പ്രിയപ്പെട്ടവരുടെ വായിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു സമാശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞ് അവളുടെ തലമുടിയിലൊന്ന് തഴുകിയിട്ട് ഒരു നല്ല വാക്ക് പറയാൻ നിനക്ക് സാധിച്ചിട്ടുണ്ടോ? അവളുടെ ഭാഗത്ത് നിന്ന് തെറ്റ് വരുമ്പടോ പെണ്ണങ്ങനെയാണ്. ഒരു എല്ലാം തികഞ്ഞ ഒരു കുഴപ്പമില്ലാതൊരു പെണ്ണെന്ന് പറഞ്ഞാൽ വെളുത്ത കാക്കയെ പോലെയാണെന്നാണ് മഹാനായ മഹദൂ നിങ്ങൾ ഫത്തുൽ മൊയ്നിൽ പറഞ്ഞത്. അങ്ങനെ വെളുത്ത കാക്കയുണ്ടോ? എനിക്ക് എല്ലാം തികഞ്ഞ പെണ്ണിനെ വേണമെന്നാണ് എല്ലാരും പറയാ. അവളെ ഒരു അടി കൊടുത്താലും മിണ്ടാൻ പാടില്ല, ഇങ്ങനെ ഇരിക്കണം. അത് വല്ല റോബോട്ടിനെ ആണെങ്കിലും പറ്റും, മനുഷ്യ കുഞ്ഞിനൊന്നും പറ്റൂല. അവര് രാവിലെ മുതൽ വൈകുന്നേരം വരെ ടെൻഷൻ അടിച്ച് മക്കളെ സ്കൂളിൽ വിടണം, ഭർത്താവിന് ഓഫീസിൽ വിടണം, ഭർത്താവിന്റെ ഉപ്പയെ നോക്കണം, ഉമ്മയെ നോക്കണം. അങ്ങനെ ചെയ്യുന്ന പെണ്ണുങ്ങളുടെ വിഷയമാണ് പറയുന്നത് കേട്ടോ. അതൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ആ പെണ്ണ് എന്തെങ്കിലും ഒരു ചിരിച്ചെന്തെങ്കിലും ഒന്ന് പറഞ്ഞേക്കാം, നീ ഒന്ന് പൊരുത്തപ്പെട്ട് കൂട്, കുറച്ച് കഴിയുമ്പോൾ ഒന്ന് മാറും.